ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തെ വന്നൊരു വീഡിയോ എടുത്തേക്കാമെന്ന്. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര മൈഗ്രെയിനാണ്. അതായത് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു മോർണിംഗിൽ. കാരണം മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ല അങ്ങോട്ട്. കുറച്ച് സമയം മാറി നിൽക്കും, പിന്നെ വീണ്ടും അത് എഗെയിൻ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ മാസം 16-ാം തീയതി മുതൽ ഞാൻ ഇതിൻ്റെ മെഡിസിൻ കഴിക്കുക, പക്ഷേ ഒരു ഗുണവുമില്ല. അത് ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ച് രാവിലെ ആശുപത്രിയിൽ പോകാമെന്ന് വിചാരിച്ച്. അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പാലപ്പവും കടലക്കറിയാണ്. അതുണ്ടാക്കണം, കോഫി ഉണ്ടാക്കണം, എല്ലാം ചെയ്യണം. ഇന്ന് നേരത്തെ കുറച്ച് സമയത്ത് മുമ്പേ, ഞാൻ സാധാരണ ഒരു 7-7:45 എണീക്കുന്നത്. മോനുസാണ് കറക്റ്റ് 7:30 എണീക്കുന്നത്. ഞാൻ എല്ലാവരെക്കാട്ടി മുമ്പേ ഞാൻ നേരത്തെ എഴുന്നേറ്റ് വന്ന് മോനുസിനെ കൂടെ വിളിച്ചുണർത്തി. അവന് ശബനെ ശല്യം ചെയ്തു. അതാണ് ഞാൻ വിചാരിച്ചു നേരത്തെ വീഡിയോ എടുത്ത് വെച്ചിരുന്നാൽ ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് 10 മണിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഈ ആശുപത്രി പോകുന്നത്. ഇപ്പോൾ 4 പണി തുടങ്ങുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കാണ്. കാരണം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ചിലത് പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിലൊന്നത് മൈക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഈ ഫ്ലാറ്റിലെന്ന് വെച്ചാൽ മിക്ക ഫ്ലാറ്റുകളും ഒഴിഞ്ഞ് കിടക്കുക. അന്നേരം ഇപ്പോൾ ഈ കർക്കിടകം തീരുന്നതിന് മുമ്പ് ചില ഫ്ലാറ്റുകളിൽ പണി നടക്കുന്നുണ്ട്, ആൾക്കാരെ കയറി താമസിക്കാൻ. പിന്നെ ആണെങ്കിൽ ഓണത്തിന് കയറി താമസിക്കണമല്ലോ, അങ്ങനെ കുറച്ച് പണികൾ നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. ഇന്ന് മെനഞ്ഞാന്ന് തന്നെ അതേ ഇവിടെ എൻ്റെ ഈ ഫ്ലോറിൻ്റെ അപ്പുറത്തെ സൈഡ് താഴെ താമസിക്കുന്നവരും എൻ്റെ ഈ ഫ്ലോറിൽ അപ്പുറത്ത് പണിയെടുക്കുന്ന പണിക്കാരോട്ട് ഭയങ്കര വഴക്കായിരുന്നു. കാരണം ഒരു 3 മാസമായിട്ട് അവിടെ പണി തുടങ്ങിയിട്ട് അവിടെ രാത്രി കിടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുക. ഇവിടെ 7-7:30 വരെ മാക്സിമം പറഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞ് ഇവിടെ പണി നടത്തരുതെന്നാണ് റൂള്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, 7-7:30 ഇവിടെ പണിയെടുക്കാറുണ്ട്. ലഗേജും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ പറച്ചിലേ ഉള്ളൂ, കാര്യങ്ങളൊന്നുമില്ല, പണി നടക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസാണത്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇല്ല, ആ പരിപാടികളില്ല. ബാക്കി അല്ലാത്ത ദിവസങ്ങളെല്ലാം ഭയങ്കര തലവേദനയാണ്. പിന്നെ താമസിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നൊന്നും അറിയില്ല കേട്ടോ, സത്യം. ആരും സംസാരിക്കുകയൊന്നും ആരും പരസ്പരം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ 900 ഫ്ലാറ്റോളം അങ്ങോട്ട് ഉണ്ട് ഈ 5 ടവറിലായിട്ട്. ആരും പരസ്പരം എടുക്കുകയൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, അറിയില്ല. പിന്നെന്താ എല്ലാവർക്കും വിശേഷം? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു. കഴിക്കുന്നത് എന്തായാലും കുറച്ച് സമയം പിടിക്കും. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തത് ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ടാണ്. പിന്നെന്താ, മോൾ ഉറങ്ങുകയാണ്. എന്തോ പുള്ളിക്കാരിക്ക് എന്തോ വലിയൊരു മിസ്സിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ടെൻഷനുണ്ട്, പക്ഷെ നമ്മൾ കാണിക്കുന്നില്ല. ചിരിക്കുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എവിടെയോ ഒരു ചെറിയൊരു മിസ്സിങ് എനിക്ക് ഫീലാവുന്നുണ്ട്. എല്ലാം ഉള്ള ഇഷ്ടംപോലെ ചെയ്യട്ടെ. മോനസിനെ കുത്തി ഉണർത്തിയ പാവം പിടിച്ചവന് എണ്ണിക്കേണ്ട സമയമായി വരുന്നതേ ഉള്ളൂ. അവനിപ്പോൾ കുളിക്കാൻ കണ്ട സമയമായി, കുളിക്കാൻ കയറിയും തോന്നുന്നു. ഇനി ഇതുകൊണ്ടൊക്കെ പാലപ്പം ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം. ചില സമയത്തൊക്കെ മടി പിടിക്കും രാവിലെ എഴുന്നേറ്റാൽ. അതെനിക്കിങ്ങനെ അസുഖമുള്ള സമയത്ത് മാത്രമാണ് എനിക്കിങ്ങനെ മടി. പിന്നെ അമ്മയുടെ അടുത്തൊന്ന് പോകണം, കാരണം അമ്മ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ചെറിയ പിണക്കത്തില്ല. വേറൊന്നും അല്ല, അവിടെ നിന്നല്ല ഇങ്ങോട്ട് പോരുന്നത്. പിന്നെ തിരിച്ചല്ലാതെ അവിടെ പോയില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അമ്മയൊക്കെ കയറി മുഖം കാണിക്കണം. അമ്മയുടെ വീടിനടുത്തായി ഹോസ്പിറ്റൽ. അന്നേരം അവിടെയൊന്ന് പോയി അമ്മേനെ ഒന്ന് മുഖം കാണിച്ചിട്ട് ഓടി വരണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. പിന്നെ ചോറ് വന്നിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാനൊന്നും വയ്യ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പണി കഴിയുമ്പോൾ തന്നെ മടിയാവും. പിന്നെ ആ ടൈമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത്. അന്നേരം ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. ഇന്നത്തെ എല്ലാ ദിവസത്തെ പോലെ ഇന്നും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെന്താ പറയുക, എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കണം, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, സമാധാനത്തോടെ ഇരിക്കണം. അതൊക്കെ തന്നെയാണ് നമ്മളെപ്പോഴും ഓരോ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ ഓരോ ന്യൂസുകളും ഓരോ കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ്. നമ്മൾ നല്ലതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും നല്ലതല്ല, സീരിയസ്ലി പറയുക. കാരണം നിങ്ങളെല്ലാവരും കണ്ടില്ലേ, മറ്റേ ഗിരിജയും അനാമികയുടെ ഒക്കെ കുറേ ഇഷ്യൂസുകൾ.
ആലോചിക്കുക എല്ലാവർക്കും. ഞാനൊക്കെ അവരെയൊക്കെ എന്ത് ബഹുമാനത്തോടെ ഞാൻ ആ സ്ത്രീനെ കണ്ടെന്നറിയോ, സീരിയസ്ലി പറയുക. കാരണം അവരുടെ മകനെ കൊണ്ട് ഒരു അനാഥ കുട്ടീനെ കല്യാണം കഴിപ്പിക്കുക. ഞാൻ ശരിക്കും ഞാൻ അന്തിച്ചു പോയി, ഉള്ള സത്യം പറയാമല്ല. അയ്യോ, ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ ഓരോ വീഡിയോകളിൽ കേൾക്കുന്ന കാര്യങ്ങൾ, അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പോവുകയാണ് സീരിയസ്ലി. കണ്ട സൗണ്ട് തുടങ്ങി. ഫ്ലാറ്റിൻ്റെ 8 മണിയാവുന്നതിന് മുമ്പേ പണി തുടങ്ങും. ചിലപ്പോൾ 6:30 തുടങ്ങും. ഇവർക്ക് കുറേ സ്ഥലങ്ങളിൽ പണിയുണ്ടല്ലോ. ഇത് ഉറക്കം അങ്ങോട്ട് നല്ലോണം ആയില്ല. ഇനി ഉറക്കാവാത്തതാണോ, എനിക്ക് ഈ അസുഖത്തിൻ്റെ ആണോ എന്നറിയാൻ വയ്യ. ഒരു സുഖമില്ല രാവിലെ. എന്നാൽ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം പിന്നെ എന്താ പ്രോബ്ലം എന്ന് എനിക്കറിയാൻ വയ്യ. ഒരു മാനസികമാണോ, ഈ തലയ്ക്ക് ഭ്രാന്താണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്, സീരിയസ്ലി പറയാം. അപ്പോൾ ഇന്നലെ എന്താ പറയുക, നമ്മുടെ ബിന്ദുവിന് മെസ്സേജ് അയച്ചിരുന്നു. അവളുടെ മകളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, പാവമെന്ന് ആലോചിച്ച് നോക്കെ, എത്ര സ്നേഹം ഉണ്ടായിട്ടാണ്. സ്വന്തം മകളുടെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയപ്പിച്ചു, നമ്പർ തന്നു. പുള്ളിക്കാരി ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. അത് നമ്മളൊക്കെ ഇങ്ങനെ ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്, സീരിയസ്ലി പറയാണ്. കാരണം ഇന്നത്തെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി എനിക്ക് പുള്ളിക്കാരിയോട് ഞാൻ കുറച്ച് നേരം വാട്സപ്പിൽ ചാറ്റ് ചെയ്തു. ഒരു എന്താ പറയുക, നല്ലൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് സംസാരിക്കുമ്പോൾ. അങ്ങനെ മകൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു, മകളുടെ ഫോട്ടോ കാണിച്ചു തന്നു. എപ്പോഴും നന്നായിരിക്കട്ടെ, സീരിയസ്ലി പറയാം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫ്രണ്ടാണെന്ന് എന്നൊക്കെ പറയാം. കാരണം ഇന്ന് വരെ ജീവിതത്തിൽ കാണാത്തൊരു വ്യക്തി നമ്മളെ ഇങ്ങനെ നമ്മുടെ പുറവിന് വന്ന് നമ്മളെ തിരക്കി നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ നമ്മുടെ ഫാമിലി പോലെ ഒരാളെ പോലെ സുഖവിവരങ്ങൾ തിരക്കുന്നു. അതെൻ്റെ എൻ്റെ യൂട്യൂബ് ഫാമിലിയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം ആരും എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാം. അന്നേരം എന്നെ ഈ വീഡിയോയിലൂടെ കണ്ട എന്നെ നിങ്ങൾ ഇത്രയും സ്നേഹിക്കുകയും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുകയും എന്നെ ഇത്രയും നിങ്ങളുടെയൊക്കെ കുടുംബത്തിലൊരു അങ്ങാട്ട് കണ്ട് എന്നോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ്സ് ഒന്ന് വേറെയാണ്. അതിന് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. നമുക്കൊരു എന്താ പറയുക, ഒരു ലോട്ടറി അടിച്ചാൽ പോലും ഈ ഹാപ്പിനെസ് നമുക്ക് കിട്ടില്ല, സീരിയസ്ലി പറയാം. കാരണം ഞാൻ അത്ര ഹാപ്പിയാണ്. എനിക്ക് ചുറ്റും ഒത്തിരി ആൾക്കാരുള്ള മാതിരി ഫീൽ ചെയ്യുക. ഒരു സമയത്ത് എനിക്ക് ആരും ഇല്ല എന്നുള്ള ഫീലിങ്സൊക്കെ എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. കുറേ വിഷമങ്ങളിലൂടെയും എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കുറേ വിഷമങ്ങളും കുറേ ഒറ്റപ്പെടുത്തലുകളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങളെല്ലാവരും വന്ന് എനിക്കൊരു വീഴ്ച വന്നപ്പോൾ എൻ്റെ ഒപ്പം കൂടെ നിന്ന് എന്നെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് ഒന്നുമില്ല, എല്ലാം ശരിയാവും എന്നാ ഒരു വാക്ക് പറയാൻ എനിക്കൊപ്പം ഉണ്ടായിരുന്ന കുറേ നല്ല ആൾക്കാരുണ്ട്. എല്ലാവരോടും ഞാനൊരു ബിഗ് താങ്ക്സ് പറയാം. അതൊന്നും പറഞ്ഞാൽ പോലും മതിയായിരുന്നു. എൻ്റെ നന്ദി എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ, ഉള്ള സത്യം പറയാണ്. കാരണം ഓരോരുത്തരും അവരുടെ സഹോദരിയായിട്ടോ അമ്മയായിട്ടോ ഇല്ലെങ്കിൽ ചേച്ചിയായിട്ടോ ഒക്കെ എന്നെ ഒന്ന് കാണുന്നുണ്ട്. അത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ് എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ ഒരു മനുഷ്യരും ഒരാളെ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിച്ചിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഉറുമ്പ് കടിച്ചാൽ നമ്മൾ ചൊറിഞ്ഞ് ദൂരെ എടുത്ത് കളയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഒരു മനുഷ്യരെയും എൻ്റെ രീതി ഞാൻ ആരെയും ഉപദ്രവിച്ചതായിട്ട് എനിക്ക് അറിയേയില്ല, ഞാൻ ചെയ്യത്തുമില്ല. ആർക്കും രോഗം വരുന്ന രീതി ചെയ്ത്. പിന്നെ മോളുടെ വിഷമങ്ങൾ വെച്ചാൽ അതെൻ്റെ വിഷമങ്ങളാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അവളെ ഒരിക്കലും ദ്രോഹിക്കാനൊന്നുമല്ല. പിന്നെ അവളുടെ ഫോട്ടോസ് പോലും ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. പിന്നെ ചില ആൾക്കാർക്ക് അവളെ അറിയാം, പേഴ്സണലി ചില ആൾക്കാർക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഈ യൂട്യൂബ് ഫാമിലിയിൽ. പക്ഷേ നമ്മളായിട്ട് അവൾക്കൊരു ബുദ്ധിമുട്ട് കൊടുക്കരുതല്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഒന്നും. കാരണം അവർ രണ്ടുപേരും ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, എനിക്ക് പറ്റത്തില്ല അങ്ങനെ. അത് അവർക്ക് രണ്ടുപേർക്കും അറിയാം, മൂനൂസിനും അറിയാം, മോൾക്കും അറിയാം. അവർ രണ്ടുപേരും ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റത്തില്ല. ഒരാൾക്ക് പകരം ഒരാളെയും വെക്കാൻ പറ്റത്തില്ല. രണ്ടുപേരെയും പരസ്പരം അവർ രണ്ടുപേരെയും ഒരാൾക്ക് ഒരാളിൽ അനുകരിക്കാൻ പറ്റത്തില്ല. പിന്നെ മൂനൂസിനോട് ഇച്ചിരി കൂടുതൽ സ്നേഹം കൂടുതലാണ്. കാരണം എന്ത് വന്നാലും
എന്ത് ഒരവസ്ഥ വന്നാലും എന്നെ താങ്ങി നിർത്തുന്ന അവനാണ്. കാരണം 2 കൈയും കൊണ്ട് എന്നെ താങ്ങി നിർത്തും എൻ്റെ മോന്. ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കൊരു വിഷമം വന്നാൽ അവൻ സഹിക്കില്ല. മോളങ്ങനെയല്ലെന്നല്ല, പക്ഷെ അവളെയും സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ് പുള്ളിക്കാരിക്കും. പക്ഷേ എന്താ എവിടേക്കോ പുള്ളിക്കാരിക്ക് ചെറിയ മിസ്റ്റേക്കുകൾ ലൈഫിൽ പറ്റി. ചെറിയ പ്രായത്തിൻ്റെ കുറേ എടുത്തുചാട്ടങ്ങളിൽ ചാടി. അതിലൊക്കെ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയിട്ടില്ല കേസ്, ഒരു കാര്യങ്ങളും. തിരിച്ചു പോകുമെന്ന് ചോദിച്ചപ്പോൾ ഒരാൻസറും എനിക്ക് തന്നിട്ടില്ല. പിന്നെ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ വേദനിപ്പിക്കുന്നത്? കാരണം അവരൊരു റിലേഷനിൽ ഇരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ വേണ്ടാത്തതിനൊന്നും ചോദിച്ച് വേദനിപ്പിക്കാൻ പോയിട്ടില്ല. അവളിപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന രീതിയിലുള്ള ഹാപ്പിയാണ്. അത് മാത്രം കണ്ടാൽ മതി. ഇനിയിപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം ഞാൻ അന്നൊരിക്കൽ പറഞ്ഞില്ല, പുള്ളിക്കാരൻ മൈൻഡ് പെട്ടെന്ന് ചേഞ്ച് ആവും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയാണ്. പിന്നെന്താ പറയുക, ഞാൻ അമ്മയടുത്ത് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അമ്മയടുത്തൊന്ന് പോകണം. കാരണം അവൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായി. കാരണം അവരുടെ വിചാരം അവൾക്ക് അവരോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇങ്ങോട്ട് പോരുന്നതെന്ന്. കാരണം അതൊന്നുമല്ല. കാരണം എപ്പോഴും ഈ മക്കൾ വിചാരിക്കുന്ന അവരമ്മയടുത്താണ് അവരെപ്പോഴും സേഫായിട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ 2 ദിവസം അവിടെ നിന്നിട്ട് അവളവിടെ നിന്ന് മാറി എൻ്റെ അടുത്ത് വന്നത്. അന്നേരം അമ്മ അതൊക്കെ ആലോചിച്ചിട്ട് അമ്മ ചെറിയൊരു ടെൻഷനിലും അനിയത്തി ചെറിയൊരു ദേഷ്യത്തിലാണ്. അവൾക്ക് ഞങ്ങളോട് നിൽക്കാൻ പറ്റിയില്ല, ഞങ്ങളല്ലേ അവളെ സ്നേഹിച്ചത് എന്നൊക്കെ അവൾ പറഞ്ഞ സത്യം തന്നെയാണ്. അവരാണ് അവളെ പോയതിന് ശേഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും കൂടെ നിന്നിട്ടുള്ളതും. അന്നേരം അവൾക്ക് എന്തോ ഒരു ഇതായി അവൾ ഓടി തിരിച്ച് എൻ്റെ അടുത്ത് വന്ന്. ഇപ്പം ഇവിടുന്ന് എങ്ങോട്ടും പോകണമെന്ന് പറയുന്നു. ഇവിടെ തന്നെയാണ് 24 hours ഇരിക്കുന്നതും. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് കാണുന്ന തന്നെ ഒരു ഭാഗ്യം. മോനുസായാലും ഭയങ്കര ഹാപ്പിയാണ്. നമ്മളുള്ള സൗകര്യത്തിൽ, മറ്റേ ഞങ്ങളെല്ലാം കൂടി വലിയൊരു വീട്ടിലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഈ ഉള്ള കുഞ്ഞു വീട്ടിൽ ഉള്ള സൗകര്യത്തിൽ സന്തോഷമായിട്ടിരിക്കുന്നത് അത് മതി. കാരണം ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് അടുത്തൊരു വലിയൊരു ഫ്ലാറ്റ് എടുക്കാതൊന്നും ഇനി പോസിബിളായ കാര്യമല്ല. കാരണം ഇപ്പം നമ്മൾ ഈ കുഞ്ഞു വീടാണെങ്കിലും, കുഞ്ഞു വെച്ചാൽ നമ്മൾ വലിയൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു ഹാപ്പിനെസ് ഒന്ന് വേറെയാണ്. അന്നേരം ഇതൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക, കഴിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ബിന്ദു പറയുന്നതിനെ വെച്ച് സംസാരിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സീരിയസ്ലി എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല ആ ഒരു സന്തോഷം എന്താണ്. പുള്ളിക്കാരിയുടെ മകൾ ഇവിടെ അടുത്തിവിടെ കോളേജിലാണ് പഠിക്കുന്നത്. പറ്റുമെങ്കിൽ ഒരു ദിവസം പോയി കുട്ടീനെ കാണണം, സംസാരിക്കണം. കാരണം നമ്മളുണ്ടെന്ന് പറയണല്ലോ. എന്ത് വന്നാലും അവർക്ക് പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ നമ്മളെ വിളിക്കാമല്ലോ. പോയി കാണണമെന്നുണ്ട്. ഒരു ദിവസം ബിന്ദുവിനെയും കാണണം. എറണാകുളത്ത് പുള്ളിക്കാരിക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. വരുമ്പം വിളിക്കണം, ഇങ്ങോട്ട് വരാൻ പറയണം. ഒരുമിച്ചിരിക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും സന്തോഷം. കാരണം എനിക്ക് ബന്ധങ്ങൾ ചുരുക്കമേ ഉള്ളൂ, ഫ്രണ്ട്സ്. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ സൗമ്യയുടെ കാര്യം. കാരണം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഒരാവശ്യം പറഞ്ഞാൽ ഓടി എന്തും അവളെന്നെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും, ഒരു മടിയില്ലാതെ. കാരണം മനുഷ്യരല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇപ്പോൾ റീസണിലും ഞാൻ ഉള്ള സത്യം പറയാം, റീസണിൽ എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. ഞാൻ ഓടി വിളിച്ചിട്ട് അവളോട് പറഞ്ഞ്, എനിക്ക് കുറച്ച് പൈസ വേണം, എവിടെയെങ്കിലും മറിക്കാൻ പറ്റുമെന്ന് വെച്ചു. ആ സ്പോട്ടിൽ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഞാൻ നിനക്ക് അയച്ചു തരില്ലേ, നീ എന്തിനാ വിഷമിക്കുക, അങ്ങനൊന്ന് പറയും. നമ്മൾ അമ്മനൊന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം കേട്ടോ, സീരിയസ്ലി പറയാം. കാരണം നമ്മുടെ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, ഒരു കാര്യവും പ്രതീക്ഷിക്കാതെ അവൾ ആ പൈസ എനിക്ക് ഇട്ട് തന്ന്. ഞാൻ അന്നേരം ആലോചിച്ച്, ജീവിതത്തിൽ ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടായിരിക്കും ഇങ്ങനൊരു ആളെ. കാരണം എനിക്ക് ഒരു വിഷമം വന്നാൽ ഓടി ഞാൻ അവളെ വിളിക്കേണ്ടി. എനിക്ക് ഒരു വിഷമമുണ്ട്, എന്ത് വിഷമം വന്നാലും, മനസ്സിൻ്റെ വിഷമമാണെങ്കിലും ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും ഞാൻ അപ്പം അവളെ വിളിക്കും. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കേട്ടോ. മോനുസ് ചെയ്യുന്നതിൻ്റെ
അവനെക്കൊണ്ട് പറ്റുന്നതിൻ്റെ അപ്പുറത്ത് എനിക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷെ മനുഷ്യരല്ലേ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണ്ടി വന്നാൽ ഞാൻ ഓടി അവളെ വിളിക്കുന്നത്. ഇപ്പോൾ തന്നെ വന്നപ്പം മോളുടെ ഒരു ആവശ്യത്തിന് കുറച്ച് പൈസ എനിക്ക് വേണമായിരുന്നു. കാരണം പുള്ളിക്കാരി അവിടെ നിന്ന് ഒരു ഡ്രസ്സും എടുക്കാതെ വന്നത്. അന്നേരം അവൾക്ക് കുറച്ച് പേഴ്സണൽ ആവശ്യത്തിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അവരെപ്പോഴും അത് മോനസിനോട് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പം തന്നെ അവളെ വിളിച്ചു. ഇത് ഒന്നും നോക്കാതെ എൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ ഇട്ട് തന്നു. പലപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പലപ്പോഴും. കാരണം ഒന്നും തിരിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് വേണത് കുറച്ച് ദിവസത്തിന് മുമ്പ് എന്നോട് പറയണത്, നിനക്കത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം, നീ അത് മേടിക്കടി, നമുക്ക് പിന്നെ മേടിച്ച ഞാൻ പൈസ എടുത്ത് രീതി നിനക്ക് തരേണ്ട, നീ മറ്റേ സാധനം ഇല്ലെന്ന് പറഞ്ഞില്ലേ, നീ അത് മേടിച്ച് നിന്നോട് പിന്നെ പറയാം എനിക്ക് എപ്പോഴാണ് വേണ്ടത്, അപ്പം തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കും. അതൊക്കെ വലിയൊരു ഭാഗ്യം, അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ടിനെ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ജീവിതത്തിൽ. എന്നാൽ ഞങ്ങൾ കാണുന്നത് എപ്പോഴും കാണത്തില്ല, മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 2 മാസം കൂടിയിരിക്കുക കാണുന്നത്. ഞാൻ താമസിക്കുന്ന അവളും താമസിക്കുന്ന തമ്മിൽ ഒത്തിരി ദൂരമൊന്നുമില്ല, ഒരു ഓട്ടോ പിടിച്ച് ഓടി ചെല്ലാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ ഞാൻ താമസിക്കുന്ന അതേ സിറ്റിയിൽ അതേ സ്ഥലത്ത് തന്നെ ഈ ഫ്ലാറ്റിലല്ല അവൾ താമസിക്കുന്നത്, വൈറ്റിലേക്ക് അടുത്താണ് താമസിക്കുന്നത്. നമ്മുടെ ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ അടുത്താണ് അവൾ താമസിക്കുന്നത്. നിങ്ങൾക്കത് ആലോചിച്ചാൽ അറിയാം, അതും ഈ സ്ഥലമായിട്ട് എത്ര ദൂരം ഉണ്ടെന്ന്. കൂടിപ്പോയാൽ ഒരു 3-4 കിലോമീറ്റർ പോലും ഇല്ല. എനിക്കൊരു ഓട്ടോ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു 100-150 രൂപ എങ്ങാണ്ടേ ആവത്തുള്ളൂ അവിടെ എത്താൻ, അവൾക്കും ഇങ്ങോട്ട് വരാനും. പക്ഷെ ഞങ്ങളെപ്പോഴും അങ്ങനെ കാണുന്ന ആൾക്കാരല്ല. ഒരു മാസം 2 മാസം 3 മാസം കൂടിയിരിക്കാൻ മാത്രം കാണുന്ന ഫ്രണ്ട്സാണ്. പക്ഷെ പരക്കം മോർണിംഗ് മുതൽ വൈകുന്നേരം വരെ കൂടെ കാണും. പക്ഷെ ഫോണിൽ സംസാരിക്കും, ഡെയിലി ഫോണിൽ അവൾ ഞാനുമായിട്ട് സംസാരിക്കും, വിശേഷങ്ങൾ പറയും. അത് എന്താ പറയുക, ഫ്രണ്ട്സ് എന്ന് പറയുന്നതിൽ എനിക്ക് വിരലെണ്ണാവുന്നതിൽ നമ്പർ 1 നിൽക്കുന്നതാണ് സൗമ്യ. അതെത്ര പറഞ്ഞാലും അറിയില്ല. ഇവിടെ എനിക്ക് വിരലെണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബിന്ദു എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫാമിലിയിൽ നിന്ന് കിട്ടിയൊരു കൂട്ടുകാരിയാണ്, മറക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരുടെ ഓരോ വർത്തമാനങ്ങൾ, കാരണം നമ്മൾ ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന മാതിരി നമ്മളുടെ ആരൊക്കെയാണെന്നൊരു ഫീലാണ് പുള്ളിക്കാരി സംസാരിക്കുമ്പോഴും എനിക്ക് ഫീലാവുന്നത്. എൻ്റെ സൗമ്യയെപ്പോലെ തന്നെയാണ് എനിക്ക് അതിനെയും ഫീലാവുന്നത്. കാരണം ഒരിക്കൽ സൗമ്യയും പരിചയപ്പെടുത്തി കൊടുക്കണം. കാരണം സൗമ്യ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ, ഭയങ്കര വിവരവും വിവേകമുള്ളൊരു സ്ത്രീയാണ്, ബുദ്ധിയുള്ളൊരു സ്ത്രീയാണ്. കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അവൾ പറഞ്ഞു തരും. അന്നേരം അവളെ പുള്ളിക്കാരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഒരു ദിവസം. കാരണം ഫ്രണ്ട് സർക്കിൾ അങ്ങനെ ആവണം. കാരണം എനിക്ക് പിന്നെ വേറൊരു ഫ്രണ്ട്, സൗമ്യയുടെ ഒരു ഫ്രണ്ടുണ്ട്, അവളെ എനിക്ക് അവളെ കിട്ടാറേ ഇല്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച കണ്ട് ആ സൗമ്യ എടുത്ത് ഓടിപ്പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ പറഞ്ഞു. ആ ചായയും മേടിച്ച് കുടിച്ചുകൊണ്ട് പോയ പോക്കാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പലപ്പോഴും മെസ്സേജ് അയക്കും, എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു സാരി എടുപ്പിക്കണ്ടി, ഈ സാരി നീ എവിടെ നിന്ന് മേടിച്ചാൽ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കും. അങ്ങനെയൊക്കെയുള്ള അതും പാവമാണ്. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് പറയാൻ ഇവർ 3 പേരാണ്. വേറെ ഫ്രണ്ട്സൊന്നും എനിക്കിവിടെ ഇല്ല. പക്ഷെ എന്നെ ഇത്ര അടുത്ത്, പിന്നെ നിങ്ങളും എൻ്റെ യൂട്യൂബിലുള്ള ഓരോ വ്യക്തികളും, എനിക്ക് നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓരോ ദിവസവും ഓരോ ഊർജം നിങ്ങളാണ് എനിക്ക് തരുന്നത്. കാരണം നിങ്ങളോട് സംസാരിക്കണം, എൻ്റെ സംസാരം കേൾക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ കാണാൻ നിൽക്കുകയാണെന്നുള്ളൊരു ഫീൽ എനിക്ക് ഡെയിലി ഉണ്ടാവാറുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ് ദൈവം തരുന്നത്. കാരണം നമ്മളെ മനസ്സിലാക്കുന്നേ, നമ്മളെ കാത്തിരിക്കുന്നേ ആൾക്കാരുണ്ടെന്ന് അറിയുന്നത് തന്നെ ഭയങ്കര ഹാപ്പിനെസ് തരുന്നതാണ്. ഞാൻ നേരി കണ്ടിട്ടില്ലെങ്കിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കെല്ലാവരെയും കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എന്താ ചെയ്യുക, നമ്മളെല്ലാവരും പല പല സ്ഥലങ്ങളിലാണ്, പലയിടത്താണ്. പിന്നെ എല്ലാവരും എൻ്റെ ചുറ്റുമുള്ള എൻ്റെ എൻ്റെ യൂട്യൂബ് ഫാമിലിയുള്ള, ഇൻസ്റ്റാഗ്രാം ഒന്നും നോക്കാറ് പോലുമില്ല, എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരും എനിക്ക് കാണുമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ദൈവം സാധിച്ച് നടക്കട്ടെ. എല്ലാവരും പല പല സ്ഥലങ്ങളിലല്ലേ, അറിയില്ലല്ലോ. ബിന്ദു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഗുരുവായൂരം ബിന്ദുവിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാം. ഇപ്പം എനിക്ക് ഇത് ചെയ്തുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ഒരു വോയിസ് റെക്കോർഡ് എനിക്ക് വന്നിട്ടുണ്ട്.
കാരണം നമുക്ക് മോർണിംഗ് നമ്മളെ ഒരാൾ തിരക്കാന്ന് വെച്ചാൽ അത് വലിയ ഇതാണ്. നമുക്കൊരു ഗുഡ് മോർണിംഗ് പറയാം. നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ടോ തിരക്കുന്നതിന് നമുക്ക് വലിയ ഹാപ്പിനെസ്സാണ്. ഞാൻ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ ഒത്തിരി ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്കിഷ്ടമാണ് അതൊക്കെ. കാരണം നമ്മളെ തിരക്കിയ നമ്മളെവിടെയാണെന്ന് അറിയുകയൊക്കെ ചോദിക്കാൻ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന തന്നെ ഒരു ഭാഗ്യമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പം ബൈ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ, ടാറ്റ.